Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Today we are discussing about scheduler. Okay, let us begin the session. Scheduling refers to a set of policies and mechanisms built into the operating system that governs the order in which work to be done by a computer system is completed. It is a set of policies and mechanisms. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്തേക്കുന്ന പോളിസീസ് ആൻഡ് മെക്കാനിസംസ് ആണ് ഷെഡ്യൂളിംഗ്. ഏത് ഓർഡറിൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന സെറ്റ് ഓഫ് പോളിസീസ് ഓർ മെക്കാനിസത്തിന് പറഞ്ഞ പേരാണ് ഷെഡ്യൂളിംഗ്. A scheduler is an OS module that selects the next job to be admitted into the system and the next process to run. ഏത് ജോബാണ് ഇനി അഡ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് ജോബിനെയാണ് ഒരു പ്രോസസ്സിനെയാണ് റൺ ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് OS മൊഡ്യൂളായ ഷെഡ്യൂളറാണ്. ഓക്കെ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് of a scheduling is to optimize the system performance in accordance with the criteria deemed by the system designer. പെർഫോമൻസ് കൂട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഷെഡ്യൂളിംഗ് പോളിസീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഷെഡ്യൂളർ എന്ന് പറയുന്നത് ഒരു OS മൊഡ്യൂളാണ്. ഈ OS മൊഡ്യൂൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് വെച്ചിട്ടാണ് സിസ്റ്റം പെർഫോമൻസ് കൂട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് ഓരോ ജോബുകളെ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന OS മൊഡ്യൂളാണെന്ത്, ഷെഡ്യൂളർ. ഷെഡ്യൂളർ പ്രധാനമായും 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ഓഫ് ഷെഡ്യൂളേഴ്സ് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോങ് ടേം ഷെഡ്യൂളർ, സെക്കൻഡ് വൺ ഷോർട്ട് ടേം ഷെഡ്യൂളർ ആൻഡ് തേർഡ് വൺ മീഡിയം ടേം scheduler. Okay, long term scheduler. The long term scheduler decides which job or process are to be admitted to the ready queue. ജോബ് പൂളിൽ നിന്നോ അല്ലെങ്കിൽ പ്രോസസ്സസ് പൂളിൽ നിന്ന് ഏത് പ്രോസസ്സിനെയാണ് റെഡി ക്യൂവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന OS മൊഡ്യൂളിന് പറയുന്ന പേരാണ് ലോങ് ടേം ഷെഡ്യൂളർ. ദെൻ ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഷോർട്ട് ടേം ഷെഡ്യൂളറിൻ്റെ അതർ നെയിമാണ് CPU ഷെഡ്യൂളർ. അതായത് റെഡി ആയിട്ടുള്ള ഇൻ മെമ്മറി റെഡി ക്യൂവിലുള്ള മെമ്മറിയിലുള്ള ഏത് പ്രോസസ്സിനെയാണ് ഇനി അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന OS മൊഡ്യൂളിന് പറയുന്ന പേരാണ് ഷോർട്ട് ടേം ഷെഡ്യൂൾ. അതായത് ക്ലോസ് ടു ദ CPU ക്ലോസ് ആയിട്ട് കാണുന്ന ഒരു OS മൊഡ്യൂളാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഏത് പ്രോസസ്സാണ്, ഏത് ജോബാണ് CPUയിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളറാണ്. ഓക്കെ, മീഡിയം ടേം ഷെഡ്യൂളർ. It temporarily removes process from the main memory and places them to the secondary, which is referred to as swapping out. നമുക്ക് സ്വാപ്പിംഗ് ഔട്ട് മെയിൻ മെമ്മറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ട് ടെമ്പററി ആയിട്ട് പ്രോസസ്സുകളെ റിമൂവ് ചെയ്യുന്നു, അതിന് പറയുന്ന പേരാണ് സ്വാപ്പിംഗ് ഔട്ട്. അതുപോലെ തന്നെ പ്രോസസ്സുകളെ സെക്കൻഡറിയിൽ നിന്നും വീണ്ടും മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നു, ഇതിന് പറയുന്ന പേരാണ് സ്വാപ്പിംഗ്. ഇപ്പം ഈ ദിസ് ലോഡിങ് ആൻഡ് അൺലോഡിങ്, ദ സ്വാപ്പിംഗ് ആൻഡ് സ്വാപ്പ് ഔട്ട് ചെയ്യുന്നത് മീഡിയം ടേം ഷെഡ്യൂളറാണ്. ഓക്കെ, ദിസ് ഈസ് ആൻ ഓവർവ്യൂ ഓഫ് ദ 3 ടൈപ്സ് ഓഫ് ഷെഡ്യൂളർ. 3 ടൈപ്പ് ഓഫ് ഷെഡ്യൂളേഴ്സിൻ്റെ ഒരു ഓവർവ്യൂ തരുന്ന ഒരു ഫിഗറാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറയുന്ന OS മൊഡ്യൂൾ വരുന്നത് എന്തിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആണെന്ന് നോക്കിക്കേ, ജോബ് പൂളിലും റെഡി ക്യൂവും. ജോബ് പൂൾ അല്ലെങ്കിൽ പ്രോസസ് പൂളിൽ നിന്നും ഏതൊക്കെ പ്രോസസ്സുകളെയാണ് റെഡി ക്യൂവിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന OS മൊഡ്യൂളാണ് ലോങ് ടേം ഷെഡ്യൂളർ. അപ്പം ആ ലോങ് ടേം ഷെഡ്യൂളറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കേ, ബിറ്റ്വീൻ ദ ജോബ് പൂൾ ആൻഡ് റെഡി ക്യൂ. ഇനി സെക്കൻഡ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഷോർട്ട് ടേം ഷെഡ്യൂളർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റെഡി ക്യൂവിൽ ഒന്നിലധികം പ്രോസസ്സുകൾ CPUവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഈ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളിൽ ആരെയാണ് CPUവിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന OS മൊഡ്യൂളിന് പറയുന്ന പേരാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ, മീഡിയം ടേം ഷെഡ്യൂളറിൻ്റെ പൊസിഷൻ നമുക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്വാപ്പിംഗ് ഇന്നും സ്വാപ്പിംഗ് ഔട്ടും, മെയിൻ മെമ്മറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ടും സെക്കൻഡറിയിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ടും പ്രോസസ്സുകളെ മാറ്റുന്ന OS മൊഡ്യൂളാണ് ആര്, മീഡിയം ടേം ഷെഡ്യൂളർ. ഓക്കെ, അപ്പം ഈ ഫിഗർ നല്ലതുപോലെ നോക്കി മനസ്സിലാക്കുക. Pre-emptive and Non-Preemptive Scheduling. CPU scheduling decisions may take place under the following 4 circumstances. 4 സിറ്റുവേഷനിലാണ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം ഡിസിഷൻ എടുക്കുന്നത്. അതിലെ ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കിക്കോ, വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം റണ്ണിങ് സ്റ്റേറ്റ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. റണ്ണിങ് CPUയിൽ എക്സിക്യൂഷൻ നടക്കുന്ന ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് വരികയാണ്. ഏതെങ്കിലും ഒരു റിസോഴ്സസിന് വേണ്ടിയിട്ടോ മറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് വരുമ്പം നമ്മൾ ഷെഡ്യൂളിംഗ് നടത്താറുണ്ട്. ദെൻ ദ സെക്കൻഡ് ക്രൈറ്റീരിയ, വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം എ റണ്ണിങ് സ്റ്റേറ്റ് ടു എ റെഡി സ്റ്റേറ്റ്.
റണ്ണിങ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലോട്ട് വീണ്ടും വരുന്നു, ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തപ്പോൾ. ദെൻ ദ തേർഡ് സിറ്റുവേഷൻ, വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം എ വെയിറ്റിംഗ് സ്റ്റേജ് ടു റെഡി സ്റ്റേറ്റ്. വെയിറ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരു പ്രോസസ്സ് വീണ്ടും റെഡി സ്റ്റേറ്റിലേക്ക് വരുന്നു. ദെൻ ദ ഫോർത്ത് സിറ്റുവേഷൻ ഈസ് വെൻ എ പ്രോസസ് ടെർമിനേറ്റ്സ്. നാലാമത്തെ സിറ്റുവേഷൻ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ 4 കണ്ടീഷൻസ് നമ്മളിവിടെ പറയുകയാണ്. 4 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫോർ സിറ്റുവേഷൻ 1 and 4 സിറ്റുവേഷൻ നോക്കിക്കേ. റണ്ണിങ് സ്റ്റേറ്റ് ടു വെയിറ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ CPU-ൽ എക്സിക്യൂഷൻ നടക്കുമായിരുന്നു. എക്സിക്യൂഷൻ നടക്കുന്ന ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് വന്നു. കണ്ടീഷൻ 4 നോക്കുവാണെങ്കിൽ വെൻ എ പ്രോസസ് ടെർമിനേറ്റ്, ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂഷൻ കഴിഞ്ഞു. ഈ 2 കേസിലും അവിടെ ഷെഡ്യൂളിങ്ങിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. CPU-ൽ വരുന്ന ഒരു പ്രോസസ്സ് എവിടെ വന്നു? വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് വന്നു. അല്ലെങ്കിൽ CPU-ലായിരുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ രണ്ടും ഉപയോഗിക്കുന്ന ഷെഡ്യൂളിംഗ് മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചാൽ നോൺ പ്രീഎംപ്റ്റീവ് ആണ്. അവിടെ മറ്റ് ചോയ്സുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ കണ്ടീഷൻ 2 and 3 നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ റണ്ണിങ് സ്റ്റേറ്റിലിരുന്ന ഒരു പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലോട്ട് വന്നു, അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേജിലിരുന്ന ഒരു പ്രോസസ്സ് വീണ്ടും റെഡി സ്റ്റേറ്റിലോട്ട് വന്നു. ഇവിടെ നമ്മൾ ഇനി ഏത് ഓർഡറിലാണ് ഈ പ്രോസസ്സുകളെ എഗെയിൻ CPU-ലോട്ട് റൺ ചെയ്യാൻ കൊടുക്കേണ്ടത് എന്നുള്ളതിൽ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പം അവിടെ ഉപയോഗിക്കുന്ന ഷെഡ്യൂൾ മെക്കാനിസമാണ് പ്രീഎംപ്റ്റീവ്. ഒരാൾ പ്രീഎംപ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇനി അടുത്ത പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? CPU-ലോട്ട് അലോക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അത്തരം ഷെഡ്യൂളിംഗ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഓക്കെ, അപ്പം ഇവിടെ പ്രീഎംപ്റ്റീവ് എന്താണ്, നോൺ പ്രീഎംപ്റ്റീവ് എന്താണെന്ന് നോക്കിയത്. പ്രീഎംപ്റ്റീവ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളൊരു പ്രോഗ്രാം വരുവാണെങ്കിൽ CPU-ൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളെ സസ്പെൻഡ് ചെയ്തിട്ട് ഹൈ പ്രയോറിറ്റി പ്രോഗ്രാമുകളെ നമുക്ക് CPU-ലോട്ട് കൊടുക്കേണ്ടി വരും. ആ കണ്ടീഷൻസ് അറൈസ് ചെയ്യുന്നത് കണ്ടീഷൻ 2 and 3-ലാണ്. ഓക്കെ, അപ്പോൾ പ്രീഎംപ്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. Dispatcher. Another component involved in the CPU scheduling function is the dispatcher. CPU scheduling functionലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ടേമാണ് dispatcher. It is a module that gives control of the CPU to the process selected by the short-term scheduler. റെഡി ക്യൂവിൽ നിന്നും ഏത് പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ടാണ് CPU-ന് കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. റെഡി ക്യൂവിൽ നിന്നും ഏത് പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് CPU-ന് കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന OS മൊഡ്യൂളാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ എങ്കിൽ, ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CPU-ന് ആ സെലക്ട് ചെയ്ത പ്രോസസ്സിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസ്പാച്ചറാണ്. ഷോർട്ട് ടേം ഷെഡ്യൂളർ സെലക്ട് ചെയ്തത് ഏത് പ്രോസസ്സാണോ ആ പ്രോസസ്സിലേക്ക് കൺട്രോളിന് കൊടുക്കുന്നത് ഡിസ്പാച്ചർ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പം ഡിസ്പാച്ചറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ സ്വിച്ചിങ് കോൺടാക്ട്സ് നമ്മൾ പഠിച്ചായിരുന്നു. പ്രോസസ് സ്വിച്ചിങ്, കോൺടാക്ട് സ്വിച്ചിങ് എന്താണെന്ന്. ദെൻ സ്വിച്ചിങ് ടു യൂസർ മോഡ്. നമുക്കറിയാം സ്വിച്ചിങ് നടക്കുമ്പോൾ 2 സ്പേസ് ഉണ്ട്, OS സ്പേസ് ഉണ്ട്, യൂസർ സ്പേസ് ഉണ്ട്. അതിൽ യൂസർ സ്പേസിലോട്ട് സ്വിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഡിസ്പാച്ചറാണ്. ജമ്പിങ് ടു ദ പ്രോപ്പർ ലൊക്കേഷൻ ദ യൂസർ പ്രോഗ്രാം ടു പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ലൊക്കേഷൻസ്. അപ്പം ഡിസ്പാച്ചർ ഷുഡ് ബി ഫാസ്റ്റ് ആസ് പോസിബിൾ സിൻസ് ഇറ്റ് ഇസ് ഇൻവോൾവ്ഡ് ഡ്യൂറിങ് എവറി പ്രോസസ് സ്വിച്ച്. ഓരോ പ്രോസസ് സ്വിച്ചിങ് നടക്കുമ്പോഴും ഈ ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. The time it takes for the dispatcher to stop one process and start another running is known as dispatch latency. ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിനെ റണ്ണിങ് സ്റ്റേജിലോട്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് ഡിസ്പാച്ച് ലേറ്റൻസി. അപ്പോൾ ഡിസ്പാച്ചർ എന്താണെന്ന് വായിച്ച് നോക്കുക. ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. ഡിഫറെൻറ്റ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. പല അൽഗോരിതത്തിനും പല പ്രോപ്പർട്ടീസാണ്. അപ്പം ഒരു അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം അതിൽ എന്തെല്ലാം ക്രൈറ്റീരിയകളാണ് കൺസിഡർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് CPU യൂട്ടിലൈസേഷൻ. വി വാണ്ട് ടു കീപ് ദ CPU ആസ് ബിസി ആസ്. ഫോർ എക്സാമ്പിൾ, ലൈറ്റ്ലി ലോഡഡ് സിസ്റ്റം ആണെങ്കിൽ CPU 40% ബിസി ആയിരിക്കും. ഫോർ ടൈറ്റ്ലി അല്ലെങ്കിൽ ഹെവിലി ലോഡഡ് സിസ്റ്റം ആണെങ്കിൽ 90% ബിസി ആയിരിക്കും. അപ്പം CPU എന്തുമാത്രം ബിസിയാണ് അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ, CPU യൂട്ടിലൈസേഷൻ. 100% നമുക്ക് CPU-നെ യൂട്ടിലൈസ് ചെയ്യാൻ, പെർഫോമൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ദെൻ സെക്കൻഡ് വൺ ഈസ് ത്രൂപുട്ട്. If the CPU is busy executing processes, then the work is being done.
The work completed per unit time in പറയുന്ന പേരാണ് throughput. Second criteria, the work complete per unit time. ഇതിന് പറയുന്നതാണ് throughput. അപ്പം ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയയിൽ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് CPU യൂട്ടിലൈസേഷൻ ആൻഡ് ദ ത്രൂപുട്ട്. ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയയിലെ തേർഡ് വൺ ആണ് ടേൺ അറൗണ്ട് ടൈം. ദ ഇൻ്റർവെൽ ഫ്രം ദ സബ്മിഷൻ ഓഫ് എ വർക്ക് ടു ദ കംപ്ലീഷൻ. ഒരു വർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇൻ്റർവെലിന് പറയുന്ന പേരാണ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അപ്പം എക്സിക്യൂഷൻ ടൈം പ്ലസ് വെയിറ്റിംഗ് ടൈം എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഒരു പ്രോസസ്സിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം CPU എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത് എത്ര സമയം CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് ഏത്? ടേൺ അറൗണ്ട് ടൈം. ദെൻ വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം ഈസ് ദ ടൈം ദാറ്റ് എ പ്രോസസ് സ്പെൻഡ് വെയിറ്റിംഗ് ഇൻ ദ റെഡി ക്യൂ. റെഡി ക്യൂവിൽ CPUവിന് കിട്ടാൻ വേണ്ടി എത്ര നേരം ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്തു, അതാണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, ചില കേസസിൽ ഒരു പ്രോസസ്സിന് ഒന്നിലധികം തവണ CPUവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 40% എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദെൻ 60% എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദെൻ 80% എക്സിക്യൂഷൻ. അപ്പോൾ ഇവിടെ 3 തവണ ഒരു പ്രോസസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഈ 3 വെയിറ്റിംഗ് ടൈമും കൂടെ സമ്മപ്പ് ചെയ്യുന്നതായിരിക്കും. ദ സം ഓഫ് പീരീഡ്സ് സ്പെൻഡ് വെയിറ്റിംഗ് ഇൻ ദ റെഡി ക്യൂ. അപ്പോൾ എത്ര നേരം പല തവണയായിട്ട് ഒന്നിലധികം തവണ CPUവിന് എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ വെയിറ്റിംഗ് ടൈം. ഓക്കെ, റെസ്പോൺസ് ടൈം. നമ്മളൊരു വർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റെസ്പോൺസ് ആ ഒരു ടൈം ഇൻ്റർവെലിന് പറയുന്ന പേരാണ് റെസ്പോൺസ് ടൈം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ടേൺ അറൗണ്ട് ടൈമും റെസ്പോൺസ് ടൈമും സെയിം ആണെന്ന്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ടൈം പ്ലസ് വെയിറ്റിംഗ് ടൈമാണ് ടേൺ അറൗണ്ട് ടൈമെങ്കിൽ, റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഔട്ട്പുട്ട് വരാൻ എടുത്ത സമയം. ദ ടൈം ഫ്രം ദ സബ്മിഷൻ ഓഫ് എ റിക്വസ്റ്റ് അൺടിൽ ദ ഫസ്റ്റ് റെസ്പോൺസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഈസ് റെസ്പോൺസ് ടൈം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെഷൻ, ആക്ടിവിറ്റി സെഷൻ, ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. ലെക്ചറിനെ ബേസ് ചെയ്തിട്ട് ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതുക. Include your name and roll number and WhatsApp to our official group. Okay, thank you.